സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. തുല്യത എന്ന് പറയുന്നത് ഒരു മൂല്യം തന്നെയാണ് സഹോദരങ്ങളെ. പക്ഷേ തുല്യതയുടെ മൂല്യം കൂടുതൽ പ്രബലമായതോടുകൂടി സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാവോ? 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടുന്നത്. പ്രത്യേകിച്ചും ഫ്രാൻസിൽ സഭാവിഭാഗങ്ങൾക്ക് ശക്തി പ്രബലമാകുന്നു. ശക്തി പ്രബലമായി കഴിഞ്ഞപ്പോഴത്തേനും സഭയെ ഒതുക്കാനും സഭയെ ശരിപ്പെടുത്തണം എന്ന് കരുതിക്കൊണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇവർ പ്രഖ്യാപിച്ചത് സമത്വവും സാഹോദര്യവും എല്ലാമായിരുന്നു, തുല്യതയും എല്ലാമായിരുന്നു. പക്ഷേ ഇത് പ്രഖ്യാപിച്ച് ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട്, ലിബർട്ടി എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. ഈ മുന്നോട്ട് പോയ സമയത്ത് ആദ്യമായി യുദ്ധം ചെയ്തതും തോൽപ്പിച്ചതും അവിടെയുള്ള ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റുകളെയും ആശ്രമങ്ങളെയുമാണ്. അപ്പോൾ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിലും മിണ്ടാമടങ്ങളിലും ആശ്രമങ്ങളിലും കഴിയുന്ന പുരോഹിതരും സന്യാസിനിമാരും അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മഹാമണ്ഡത്തരമാണ് എന്നവർ പറഞ്ഞു. ഇപ്പോഴും ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്കി പത്രങ്ങൾ അവിടെ തുടരുകയാണ്. ആ തുടരുന്നതിൻ്റെ കാര്യം ഇതാണ്: വിശ്വാസപരമായി നിലകൊണ്ട, വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടിരിക്കുന്ന കാത്തലിക്കായ ആശ്രമങ്ങളും മിണ്ടാമടങ്ങളും പൂർണ്ണമായി അടച്ചു കളയുക. കാരണം ഇതുകൊണ്ട് പ്രയോജനമില്ല, ഇത് നശിപ്പിച്ച് കളയും, ഇത് നാടിൻ്റെ ഭദ്രതയ്ക്ക് നല്ലതല്ല. ഇതാണ് അവർ പ്രഖ്യാപിച്ചത്. അവസാനം എന്താണ് സംഭവിച്ചത്? പതുക്കെ രഹസ്യമായ പ്രാർത്ഥനകൾ കുറഞ്ഞതോടുകൂടി സഭയുടെ സംവിധാനങ്ങൾ മുഴുവൻ ദുർബലമാകാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം കുറഞ്ഞുപോയ, വിശ്വാസത്തിന് അപഭ്രംശം വന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് പറയുന്നത് ഫ്രാൻസും സ്പെയിനും ഒക്കെയാണ്. ഇവിടെ വിശ്വാസത്തിൻ്റെ അവസാന കണ്ണി പോലും നഷ്ടപ്പെടുന്ന അവസരത്തിലാണെന്ന്. കാരണം തുല്യതയുടെ മതം പറഞ്ഞ് എല്ലാവരും തുല്യരായിരിക്കണമെന്ന് പറഞ്ഞ് സാഹോദര്യം വേണം. അതുകൊണ്ട് ഇവിടെ പുരോഹിതന് പാടില്ല. പുരോഹിതന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നേതൃത്വം വഹിക്കും. മെത്രാന്മാരുണ്ടായിക്കഴിഞ്ഞാൽ അവർ നേതൃത്വം വഹിക്കും. അവർ നേതാക്കന്മാരാകും. ബാക്കിയുള്ളവർ അടിമകളായിട്ട് മാറും. സഹോദരങ്ങളെ, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്ന ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്കി പത്രമല്ലേ കത്തോലിക്ക വിശ്വാസം സമ്പൂർണ്ണമായി, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം സമ്പൂർണ്ണമായി അവിടെ നിന്ന് ഇറക്കിവിടാൻ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് വന്നപ്പോൾ ഇടവന്നത്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അടുത്തിടെ പുസ്തകം ഇറങ്ങിയിരിക്കുന്ന കാര്യം, വിൽ ദ ചർച്ച് ബെൽസ് റിംഗ് ടുമോറോ? അതാണ് അവരുടെ പുസ്തകം. നാളെ ദേവാലയ മണികൾ അടിക്കുമോ? അവർ പറഞ്ഞു നാളെ ദേവാലയത്തിൻ്റെ മണികൾ അടിക്കില്ല. കാരണം ആ ഏതാനും ദേവാലയങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, പല നേരത്ത് അവർ മണി അടിക്കുന്നുണ്ട്. എവറി 3 hours, എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും മണി അടിക്കുന്ന ദേവാലയങ്ങളുണ്ട്. ഈ ദേവാലയ മണി ഞങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിൽ ഒരു പറ്റം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്.
കുരിശുമണി അടിക്കുന്നത് സ്വസ്ഥത കെടുത്തുന്നത് കൊണ്ട് അത് നിർത്തിക്കളയണം. ആളുകളെല്ലാവരും കൂടി വിശ്വാസികൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ മറ്റ് വിളികൾ അവിടെ നടക്കുന്നുണ്ട് താനും. സഹോദരങ്ങളെ, ഒരു റെവല്യൂഷൻ വന്ന് വിശ്വാസി സമൂഹത്തെ നശിപ്പിച്ച് കളയാനും ഒരു പൗരോഹിത്യത്തെയും സന്യാസത്തെയും വില കുറഞ്ഞതായും ആധിപത്യത്തിൻ്റെ അടയാളങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് മാറ്റിവെച്ചതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് ആ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത്തരത്തിൽ ശിഥിലമാകുന്ന സഭയെക്കുറിച്ച് വേദനിച്ച് ആ സഭാഗാത്രത്തിന് ബലമുണ്ടാകാൻ പ്രാർത്ഥിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബത്തിന് ഭദ്രതയുണ്ടാകാൻ, സുരക്ഷിതയുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇതിനിടയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് സിസ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. സാമാന്യ വിധത്തിൽ കരുതുന്നത് ഇവിടത്തേക്കാൾ സുഖകരമായി മറ്റ് രാജ്യങ്ങളിൽ പോയി അവർ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നതാണ്. സുഖമെന്ന് പറയുന്ന സുഖം ഇതാണ്: നേരെ ചൊവ്വന് ചൂടില്ല, ഫാൻ ഇട്ടാലും വേണ്ടില്ല, ഇട്ടില്ലെങ്കിലും വേണ്ടില്ല. മിക്കവാറും സ്ഥലങ്ങളിൽ ഫാൻ വേണ്ട. കൃത്യമായി ബ്രെഡ് കിട്ടും. ബ്രെഡും ബട്ടറും കൂട്ടി ഇഷ്ടംപോലെ നേരം ഭക്ഷണം കഴിക്കാം. അത്യാവശ്യ രോഗികളെ ശുശ്രൂഷിച്ച് സ്വസ്ഥമായി മടങ്ങി വരാം. നമ്മളുടെ മലയാളി നാട്ടിലുള്ളതുപോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറയൽ കുറച്ച് കുറവാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ പറച്ചിൽ കുറച്ച് കൂടുതലാണ്. അത് പ്രാർത്ഥിക്കുന്നവരായിരുന്നാൽ അല്ലാത്തവരാണെങ്കിലും ആ പറച്ചിൽ അവിടെ അധികം നടക്കില്ല. കാരണം മദറിന് കിട്ടുന്ന കാശും കൊച്ചു സിസ്റ്ററിന് കിട്ടുന്ന കാശ് സെയിമാണ്. രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നു, രണ്ടുപേരും ഒരുപോലെ ജോലി എടുക്കുന്നു, രണ്ടുപേരെയും ഒരേ സുപ്പീരിയർ ജനറൽ തന്നെയാണ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഒരുപോലെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നു. മറുനാട്ടിൽ സ്വന്തം നാട്ടിലേക്കാൾ സ്നേഹം പൊതുവെ കൂടും. പ്രവാസികളായിരിക്കുമ്പോഴാണ് സ്വന്തം നാട്ടിലായിരിക്കുന്നതിനേക്കാൾ സ്നേഹം കൂടുന്നത്. അത് നിങ്ങൾക്ക് പ്രവാസികളായി ഈ സമൂഹത്തിൽ ഇരിക്കുന്നവർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പുറത്ത് അതിൻ്റെ പിന്നാമ്പുറമുണ്ട്. പലരും വേറെ വേദനയിലാണ്. വേദനയുടെ കാരണം എന്നറിയാവോ? ഫ്രോസണായ ക്ലൈമറ്റിലാണ് ചില ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഐസും കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. നേരെ ചൊവ്വന് ഒരു കുർബാന എല്ലാം പറ്റില്ല, കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. ചിലയിടത്ത് വളരെ പ്രായം വന്ന അച്ഛന്മാർ വന്നാണ് കുർബാന ചെല്ലുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചെല്ലിയിട്ട് മറുപടി ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിൽ അവരടുത്ത പ്രാർത്ഥന ചെല്ലും. അത് കേൾക്കാൻ പറ്റുന്നവർ, അറിയാൻ പറ്റുന്നവരുടെ എണ്ണം ചുരുക്കമാണ്. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്ന ഒരു ഡിസ്പോസിഷൻ ആ രാജ്യങ്ങളിലുണ്ട്. മാത്രവുമല്ല, ദേവാലയങ്ങളിൽ പോകുന്ന നേരത്ത് ശുശ്രൂഷ നടത്തുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ യുവതിയുവാക്കളില്ല. പ്രായം വന്ന ചേട്ടത്തിമാരും ചേട്ടന്മാരുമാണ് മിക്കവാറും വരുന്നത്. പ്രായം വരുന്നവർ നല്ല വിശുദ്ധരായ മനുഷ്യരാണ്. പക്ഷെ പ്രായം വന്നവർ മാത്രം പോരല്ലോ എന്ന് കരുതിക്കൊണ്ട് പറയുന്നതാണ്. യുവതിയുവാക്കൾ വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി സന്യാസവും പൗരോഹിത്യവും ജീവിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത്, ദൈവമേ, എൻ്റെ സന്യാസത്തിനോ എൻ്റെ പൗരോഹിത്യത്തിനോ ഒക്കെ കർത്താവ് ഇത്രയൊക്കെ മൂല്യമുള്ളോ എന്ന് ചിലർ സംശയിക്കും. ചിലരേറെ വിഷമിക്കും. ഒരുപാട് സ്വകാര്യമായി കരയുന്ന ആളുകളുണ്ട്. മാത്രവുമല്ല, നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ കാണും നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിധത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ചിലർ വിഷമമായിട്ടെങ്കിലും ചില സിസ്റ്റേഴ്സ് പറയാറുണ്ട്, ഞങ്ങളിവിടെ രാവും പകലും അധ്വാനിച്ചിട്ട് ഇത് മുഴുവൻ മാർബിളാക്കി ഇവിടെ മാറ്റുകയാണല്ലോ എന്ന്. അപ്പം അങ്ങനെ ആ ഒരു വിഷമം വേറൊരു വശത്തും. ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ദേശത്തെക്കുറിച്ച് നിലവിളിക്കാനോ പ്രാർത്ഥിക്കാനോ ഈ ദേശത്തേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ പോലും പലർക്കും അറിയാൻ കാര്യങ്ങൾ, പക്ഷെ അവർ ചെയ്യാൻ പറ്റുന്നില്ല. അത് അവർ ബലഹീനരായതുകൊണ്ടാണ്. ഞങ്ങൾ ബലഹീനരായതുകൊണ്ടാണ്. പുരോഹിതരും സന്യാസികളും സിസ്റ്റേഴ്സും ആയിട്ടുള്ളവർ ഞങ്ങൾ ബലഹീനരായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരായതുകൊണ്ടാണ്. കാരണം നമുക്കറിയാം, ഒരുമിച്ചിരിക്കുന്ന നേരത്ത്, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ചേരുന്ന നേരത്ത് നമുക്ക് കുറേ കൂടി പ്രാർത്ഥിക്കാൻ തോന്നും. പക്ഷെ വളരെ വരണ്ട ഒരു ഭൂമിയിൽ, പ്രാർത്ഥിക്കാൻ ആരും കൂട്ടുചേരാത്തൊരു ഭൂമിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര കണ്ട് എളുപ്പമല്ല. അതുകൊണ്ടാണ് പലരുടെയും മനസ്സ് മടുത്തു പോകുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ മനസ്സ് മടുക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഏറെ അനുഗ്രഹീതമായി ജീവിക്കാൻ പറ്റുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. വലതുകര ഉയർച്ചെന്ന് പറഞ്ഞേൻ ഹാലേലൂയ, ഹാലേലൂയ.
ഏതെങ്കിലും ഒരു ദേശത്ത് ഒരു സന്യാസ സമൂഹത്തിനോ ഇത്തരം കൂട്ടായ്മകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളൊരു ബാധ്യതയുണ്ട്. ഞാൻ ഇക്കഴിഞ്ഞ ദിവസം അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സിസ്റ്ററിനെ കണ്ടു. ആ സിസ്റ്റർ അവരുടെ കോൺഗ്രിഗേഷനിലെ അവസാനത്തെ സിസ്റ്ററാണ്. ആ സിസ്റ്റർ കൂടി മരിച്ചാൽ ആ കോൺഗ്രിഗേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ കോൺഗ്രിഗേഷൻ നിന്നുപോകും. ആ കോൺഗ്രിഗേഷൻ നോക്കെന്ന് പറയുന്നുള്ള മാതാവിൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് ആ സിസ്റ്റർ വന്നിരിക്കുകയാണ്. മാതാവിന് നന്ദി പറഞ്ഞ് മാതാവിന് തന്നെ പുനഃസമർപ്പിച്ചുകൊണ്ട് ആ സിസ്റ്റർ വേറൊരു കോൺഗ്രിഗേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പല റിലീജിയസ് കോൺഗ്രിഗേഷൻസും നിരന്തരം നിന്നു പോവുകയാണ്. ഈ പ്രശ്നം നമുക്കിവിടെ തോന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ 35,000-ലധികം സിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ 7,000-ലധികം വൈദികരുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധി അധികമായിട്ട് അനുഭവപ്പെടില്ല. പക്ഷേ അപ്പുറത്ത് ഈ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ചിന്ത എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ അത്ര കണ്ട അച്ഛന്മാർ സിസ്റ്റേഴ്സും ലഭ്യമല്ലാതിരുന്നൊരു കാലയളവിൽ ഇവരായിരുന്നു സകലതും നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇവരായിരുന്നു ഗോതമ്പ് നമുക്ക് തന്നത്, ഇവരായിരുന്നു പൊടികൾ നമുക്ക് കൊണ്ടുവന്ന് തന്നത്, ഇവരായിരുന്നു എണ്ണ നമുക്ക് കൊണ്ടുവന്ന് തന്നത്. അതുകൊണ്ട് ഇവർക്ക് മടക്കി കൊടുക്കാൻ, പ്രാർത്ഥന കൊണ്ട് മടക്കി കൊടുക്കാൻ, ഇവരുടെ വിപരീതമായ സംവിധാനങ്ങൾക്ക് കുറേ കൂടി ബലവും ശക്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. വളരെ ഉയർച്ചെന്ന് പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊന്ന്, ആത്മീയ പിതാക്കന്മാർക്ക് നട്ടെല്ല് ഉയർത്തി നിവർന്ന് നിന്ന് പ്രസംഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും പുറം രാജ്യങ്ങളിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലോ ഇന്ത്യയിലെ വ്യത്യസ്തമായ ചില സ്ഥലങ്ങളിൽ പിതാക്കന്മാർക്ക് വളരെ കാര്യമായി എഴുന്നേറ്റ് നിന്ന് പലതും പറയാനുള്ള കാരണം എന്താണ്? അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ജനം ദൈവജനം. കാരണം ചർച്ച് ഈസ് എ പീപ്പിൾ ഓഫ് ഗോഡ്. സഭ എന്ന് പറയുന്നത് ദൈവജനമാണ്. ഈ ദൈവജനം കൂട്ടത്തിലുണ്ടെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് പറയാം, മക്കൾ കൂടുതൽ ജനിപ്പിക്കുന്നത് നല്ലതാണ്, ഇന്ന വിധത്തിൽ സഭാ സംവിധാനങ്ങൾ പോകുന്നത് നല്ലതാണ്, ഇന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, മുല്ലപ്പെരിയാറിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങനെയല്ല മറ്റ് സ്ഥലങ്ങളിൽ. പിതാക്കന്മാർ തനിയാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർക്കാണ് പ്രശ്നം. ഞാൻ ഓർക്കുന്നു, സ്വിറ്റ്സർലൻഡിൽ ഒരു പിതാവ് അവിടെയുള്ള രണ്ട് പേര് വന്നിട്ട് അവിടെയുള്ള ഇടവകയിൽ ഒരു അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും കൂടി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് അച്ഛൻ ബ്ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അത് കത്തോലിക്ക പള്ളിയിൽ വെച്ച് തന്നെ ബ്ലെസ് ചെയ്യണം. സഹോദരൻ, എന്താ സംഭവിച്ചതറിയാവോ? അച്ഛൻ പറഞ്ഞു, എനിക്കത് പിതാവിനോട് ചോദിക്കണം, കാരണം ഞങ്ങളുടെ സംവിധാനത്തിൽ അംഗീകരിച്ചിട്ടില്ല. അച്ഛൻ പിതാവിനോട് ചോദിച്ചു. പിതാവ് പറഞ്ഞു, നമ്മളുടെ സംവിധാനത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഇവർ ഞങ്ങളെ ശരിയാക്കി കളയും. അപ്പോൾ പിതാവ് ചെയ്ത കാര്യം ഇതാണ്, അച്ഛന് ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ഒരു ട്രാൻസ്ഫർ കൊടുത്തു. ആ പള്ളിയിൽ കുർബാന വേണ്ട എന്നും വെച്ചു. പിറ്റേ ദിവസം ആ നാട്ടിലിറങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും ന്യൂസ് വന്നത് ഈ പിതാവിനെതിരെയായിരുന്നു. പിതാവിൻ്റെ സ്വകാര്യമായ ജീവിതം മുഴുവൻ പാളിച്ച കൊണ്ട് നിറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നു. പിതാവിൻ്റെ പ്രൈവറ്റ് ആയിരിക്കുന്നതും പബ്ലിക് ആയിരിക്കുന്ന യാത്രകളിലൊക്കെ എന്തൊക്കെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നു. ഈ പിതാവിന് അവിടെ ഇരിക്കപ്പെടുകയില്ലാത്ത സ്ഥിതി വന്നു. ഈ പിതാവിന് എങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ച് പോലും പറയാൻ പറ്റും? ഇതുപോലെ വിഷമിക്കുന്ന ഇടയന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ അറിയണം. ഇതോട് ചേർത്ത് കുടുംബത്തെ നശിപ്പിക്കാനും സന്യാസ സമൂഹങ്ങളെ നശിപ്പിക്കാനും തിന്മയുടെ ദൂതന്മാർ പ്രധാനമായി ഉപയോഗിക്കുന്നത് മീഡിയകളെയാണ്, പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ. സഹോദരങ്ങളെ ഓർക്കണം, മാധ്യമങ്ങളിലൂടെ സഭ എല്ലാ വിധത്തിലും പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് അധികമായി ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ദൈവമക്കൾ പ്രാർത്ഥന കൊണ്ട് കൂട്ടുചേരണം. നമ്മൾ ഒന്നാണെന്ന് നമുക്ക് തോന്നണം. സംവിധാനങ്ങൾ യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. മറ്റ് മത സമൂഹങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല പഠിപ്പിക്കേണ്ടത്, മറിച്ച് മക്കളെ നമ്മുടെ സംവിധാനങ്ങളെ, യേശുവിൻ്റെ സഭാ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടണമെന്ന് മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കണം. സഹോദരങ്ങളെ, നമ്മൾ കൂട്ടുചേർന്നേ മതിയാകൂ. ഈശോയുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ.
കൂടുതൽ കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി ആഗ്രഹിച്ചാൽ മതിയാവൂ. ചേർന്നൊന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ സഭയ്ക്ക് ആദിമകാലത്തിലുണ്ടായ പ്രതിസന്ധികളെ നേരിടാൻ കഴിഞ്ഞതിൻ്റെ കാരണം സഭയിൽ പ്രാർത്ഥിക്കുന്നവരുടെ സംവിധാനങ്ങൾ ഏറെ ബലമുള്ളതായിരുന്നു, ഏറെ ശക്തിയുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് പ്രാർത്ഥനയുടെ സംവിധാനങ്ങൾ കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് തിന്മയുടെ ശക്തികൾ ചെന്ന് ആദ്യം നശിപ്പിച്ച് കളഞ്ഞത് ഇതുപോലുള്ള പ്രാർത്ഥിക്കുന്ന സെൻറ്ററുകളാണ്, പ്രാർത്ഥിക്കുന്ന ഇടങ്ങളാണ്. അത് നിശ്ചലമായതോടുകൂടി വളരെ എളുപ്പത്തിൽ തിന്മയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, അമേരിക്ക ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്ന നേരത്ത് അമേരിക്ക ആദ്യം പോയി ബോംബിട്ട് നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇറാഖിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ ദുർബലമാക്കും. ശക്തി കേന്ദ്രങ്ങൾ ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു രാജ്യത്തോട് ഫൈറ്റ് ചെയ്യുക വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെ സഭയെ നശിപ്പിക്കാനായി സഭയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനാ കേന്ദ്രങ്ങളെ ദുർബലമാക്കി. ഒരുപാട് വിശുദ്ധരായ സിസ്റ്റേഴ്സ് ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെ ദുർബലമാക്കി അത്ര സെൻറ്ററുകൾ ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള സാഹചര്യമായി. ഒരുപാട് ആശ്രമങ്ങൾ ദുർബലമാക്കി അത്ര സെൻറ്ററുകൾ വേറെ എന്തെങ്കിലും ഹോട്ടലുകളോ ബാറുകളോ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ദേവാലയങ്ങൾ, പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ ആരാധനാ സെൻറ്ററുകൾ നിഷ്പ്രഭമായി, നിശ്ചലമായി. ഒരു പള്ളി അവസാനിക്കുമ്പോൾ, തീർന്നു പോകുമ്പോൾ, ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ ഗ്ലോറി ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. ദിവ്യകാരുണ്യത്തിന് ആരാധന അർപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ ചെയ്യുകയാണ് വരിക. ഇവിടെ കർത്താവിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് സഭയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ സ്വന്തം അമ്മയാണ് എന്ന് സ്നേഹത്തോടെ നമുക്ക് തോന്നണ സഹോദരങ്ങളെ. ഞാനത് പല പ്രാവശ്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്, പറയാറുമുണ്ട്. സത്യത്തിൽ നമുക്കത് തോന്നാറുണ്ട്. നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മളവരെ പോയി തല്ലണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വെറുതെ ഇരിക്കില്ല. എൻ്റെ അമ്മയെക്കുറിച്ച് മോശപ്പെട്ട കാര്യം, അതായത് അമ്മയ്ക്ക് മോശപ്പെട്ട ബന്ധമുണ്ടെന്നാണ് ഈ പറയുന്നത്. ഇങ്ങനെ പറയുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? അമ്മയോട് ഏറ്റവും കൂട്ടുചേരും, അമ്മയോട് കരങ്ങൾ കോർക്കും. അമ്മയുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമമായിരിക്കും. ജോലി വേണ്ടെന്ന് വെച്ച് നമ്മൾ അമ്മയുടെ കൂട്ടത്തിലിരിക്കും. കാരണം അമ്മയാണ്. തിരുസഭ നമ്മുടെ അമ്മയാണ്. തിരുസഭ നമ്മുടെ സ്വന്തമാണ്. വൈദികര സിസ്റ്റേഴ്സും നമ്മുടെ സ്വന്തമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന ആദ്യ മണിക്കൂർ മുതൽ അവസാന മണിക്കൂറിൽ അവൻ്റെ ശ്വാസം സ്വർഗത്തിലെ പിതാവിന് കൊടുത്തു കഴിഞ്ഞ് അവസാന തീർക്ക് മണ്ണെറിയുന്നതും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സ്വർഗത്തിൽ അവൻ ചെന്നു പെടും വരെയും നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു വൈദികനുണ്ട് ഏതൊരു ആത്മാവിൻ്റെ പിന്നിലും. അപ്പോൾ വൈദികരും ദൈവശുശ്രൂഷകരും അവസാനിക്കുക എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും നാശകരമായ കാര്യമാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ വൈദികർക്ക് വേണ്ടി വൈദിക വിളിയും പൗരോഹിത്യ വിളിയും സന്യാസി വിളികളൊക്കെ ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്കിന്നുമുണ്ട് ധാരാളം പേര്. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ദേശത്തുണ്ട്, ഈ ദേശം അനുഗ്രഹീതമാണ്, ഇതൊന്നുമില്ലാത്ത ദേശങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം.